ഹലോ ഗൈസ്, ഐ എം മനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LBS 2026 നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ആപ്ലിക്കേഷനെല്ലാം അവസാനിച്ചിരുന്നു. വെരിഫിക്കേഷൻ സ്റ്റാറ്റസ്, അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനെല്ലാം LBS ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ അപേക്ഷിച്ചതിന് ശേഷമുള്ള വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് ഇന്ന് രാത്രി 7 മണിക്ക് ശേഷം സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ആ നമ്മുടെ ലോഗിൻ ചെയ്ത ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കണം. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, റിമാർക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേഴ്സണൽ ഡാറ്റ എല്ലാം കറക്റ്റായിട്ട് തന്നെയാണോ വന്നിരിക്കുന്നതെന്നും ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന മാർക്കുകളിൽ എന്തെങ്കിലും ചേഞ്ച്, അതായത് എന്തെങ്കിലും തെറ്റുണ്ടോ അതും കാണിക്കണം. അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആയിട്ട്, ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്തെങ്കിലും ഉള്ളൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അവിടെ കാണിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ LBS അത് പരിഹരിക്കാനുള്ള, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് അതിന് പകരം അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്, അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയം തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തു, അത് വാലിഡിറ്റി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇത് LBS പറയുന്ന സമയത്ത് നമുക്ക് മാറ്റി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരവസരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്, അതിനുള്ള ലിങ്ക് അതിൽ കയറി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, യൂസർ ID, പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റ് പോർട്ടലിലുള്ള ലിങ്കിൽ കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള എന്താണ് നമുക്ക് കറക്ഷൻ ഉള്ളത്, ആ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ കുറേ പേര് പറഞ്ഞിരുന്നു വന്നിരിക്കുന്ന ഇൻഡെക്സ് മാർക്കിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മാർക്ക്, അതായത് ആ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് വന്നിട്ടുള്ള ആ ലിസ്റ്റിലുള്ള നമ്മുടെ മാർക്കുകൾ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ സമയത്താണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റീവാലുവേഷൻ്റെ മാർക്കും LBS അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ടൈമിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ കറക്ഷൻ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ടൈം എന്ന് പറയുന്നത് ഇന്ന് മുതലാണ്. LBS പറയുന്ന ആ ഒരു ഡേറ്റ് വരെ നമുക്കതെല്ലാം ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ എല്ലാവരും തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, മാർക്കുകൾ കുറേ പേര് പറഞ്ഞായിരുന്നു ഇൻഡെക്സ് മാർക്കെല്ലാം കൊടുത്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, മാർക്കുകളെല്ലാം കറക്റ്റായിട്ട് തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ടൈമിൽ ശരിയാക്കുക. ഈ ഒരു ടൈമിൽ ശരിയാക്കാൻ പറ്റുള്ളൂ. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ മാർക്കുകളുടെയും ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം ആയിരിക്കും നമുക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്ന എല്ലാം ഇതിൻ്റെ എല്ലാം ബേസിലായിരിക്കും. സോ മാർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എല്ലാം തന്നെ ഇന്ന് തന്നെ നോക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കുക. ഞാൻ പറഞ്ഞു, അതിൻ്റെ താഴെ തന്നിട്ടുള്ള ലിങ്കിൽ തന്നെ കയറി നമുക്ക് ശരിയാക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റ് എന്നും കറക്ഷൻ ടൈം അവസാനിച്ചതിന് ശേഷം നമുക്ക് ഒരു കറക്ഷനും ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.